ഇപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് മഴക്കാലമാണ്. മഴക്കാലത്തും ഈ മണ്ണിടിച്ചിൽ തുടരുകയാണ്, മണ്ണ് കടത്തുന്ന പ്രവൃത്തി തുടരുകയാണ് എന്നതും ഒരു എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. നമുക്കറിയാം, ഉരുൾപൊട്ടലടക്കമുള്ള പല ഭീഷണികളും നിലനിൽക്കുന്ന മലയോര മേഖലകളിൽ നിന്നും ഇത്തരം അനധികൃതമായി മണ്ണ് കുന്നിടിച്ച് മണ്ണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നീക്കുന്നതൊക്കെ വളരെ വലിയ ദുരന്തങ്ങൾ വരുത്തി വയ്ക്കുമെന്നതും മലയാളികൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം തോമസ് ഊട്ടി ചാലിയാർ, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തോമസ് ഊട്ടി ചാലിയാർ, നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ഗവൺമെന്റ് ഭരണം ഒക്കെ മാറി, പക്ഷേ ഇത്തരം പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനധികൃത പ്രവൃത്തികൾ കൺട്രോൾ ചെയ്യാൻ ഇപ്പോഴും ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? നമ്മുടെ സർക്കാരുകൾ മാറി എന്നുള്ളത് ഒരു വസ്തുതയാണ്. LDF സർക്കാർ പോയി UDF സർക്കാർ വന്നു എന്നുള്ളതും ഒരു സർക്കാർ മാറ്റം മാത്രമാണ് ഈ മേഖലയിൽ കാണാൻ കഴിയും. നമുക്കറിയാം, ഭൂമാഫിയകള് തഴച്ചു വളരുകയാണ്. ഈ പാടങ്ങളെ മണ്ണിട്ട് നികത്തുക, അതേപോലെ കുന്നിടിച്ച് വലിയ റിസോർട്ടുകൾ നിർമ്മിക്കുക, അങ്ങനെ വലിയ തോതില് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടികളാണ് കേരളത്തിന്റെ മലയോര മേഖലകളില് എല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടൂറിസത്തിന്റെയൊക്കെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മലയോര മേഖലകളിലെ വലിയ കുന്നും പ്രദേശങ്ങൾ ഇടിച്ചു നിരത്തി അനധികൃതമായ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളത്. നമ്മളെ ഇപ്പോൾ അതിശയപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ 2018-ലും 2019-ലും ഒക്കെ വലിയ പ്രകൃതി ദുരന്തം നേരിട്ട മലപ്പുറത്തിന്റെ മലയോര മേഖലകളിലടക്കം മഴ തുടരുമ്പോഴാണ് മണ്ണിടിച്ച് കടത്തുന്നത് എന്നുള്ളത് വലിയ ആശങ്ക സൃഷ്ടിക്കപ്പെടുന്നതാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ ഒരു ടിപ്പറും ഒരു ഹിറ്റാച്ചിയും പിടിച്ചത് മന്ത്രി AP അനിൽകുമാറിന്റെ, അതായത് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറിന്റെ മണ്ഡലത്തിൽ നിന്ന് ഉള്ളത് തന്നെയാണെന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. പിന്നീട് നമുക്കറിയാം, കോഴിക്കോട്, നിലമ്പൂര്, നാടുകാണി അന്തർ സംസ്ഥാന പാതയില് ഇതേ മന്ത്രിയുടെ മണ്ഡലത്തില് വടപുറം താളിപ്പൊയിലാണ് വലിയ തോതില് കുന്നിടിച്ച് പെട്രോൾ പമ്പ് നിർമ്മാണം നടത്തിയത്. ഇപ്പോൾ വലിയൊരു മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. അവിടുത്തെ ഒരു സ്വകാര്യ പാർക്ക് അടക്കം ഏത് സമയത്തും നിലംപൊത്താവുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതിനോട് സമീപത്ത് കിടക്കുന്ന ഒരു മണ്ഡലമാണ് ഏറനാട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ മണ്ഡലം. അവിടെ 3000 അടി ഉയരത്തില് 2006 മുതൽ 2012 കാലയളവ് വരെ നിരവധി ഉരുൾപൊട്ടലുകൾ ഉണ്ടായ ഏറനാട് മണ്ഡലത്തിന്റെ ചാലിയാർ പഞ്ചായത്തിൽ വെണ്ണേക്കോട് മലബാർ മേഖലയില് റിസോർട്ട് നിർമ്മാണത്തിന്റെ മറവില് വലിയ തോതില് മണ്ണിടിച്ച് നിരത്തി കൊണ്ട് റോഡ് നിർമ്മിക്കുകയാണ്. എന്താണ് ഈ പോക്ക്? രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലൊക്കെ തന്നെ നടന്ന വലിയൊരു കൂട്ടുകെട്ടാണ് ഇത് തെളിവാക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലേക്ക് ലക്ഷക്കണക്കിന് രൂപ, എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥരും അഴിമതിക്കാരാണ് എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലേക്ക് ലക്ഷങ്ങളാണ് എത്തുന്നത്. ശ്രീ തോമസ് ഊട്ടി ചാലിയാർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അതായത് നമുക്കറിയാം, ഇപ്പോൾ ഗവൺമെന്റ് മാറി, ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ മന്ത്രി അടക്കമുള്ളവരുടെ മണ്ഡലത്തിൽ നിന്നും ഇത്തരം അനധികൃതമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പക്ഷേ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിന് പിന്നിൽ വലിയ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് മന്ത്രി അടക്കമുള്ളവരുടെ മുന്നിൽ കൂടിയാണ് ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നത്. അപ്പോൾ അതിനൊക്കെ മൗനസമ്മതം നൽകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണ്ടേ? ഈ മണ്ണ് മാഫിയ എന്ന് പറയുന്നത് വലിയ റാക്കറ്റാണ്, വലിയ ഉന്നതരാണ് ഈ മണ്ണിടിച്ച് ഈ കുന്നു നികത്തി ഭൂമി നികത്തി ഈ സ്ഥലങ്ങൾ വാങ്ങുന്നത്. അതായത് നമുക്ക് ഉന്നതരുടെ, രാഷ്ട്രീയ നേതാക്കളിലെ ഉന്നതരുടെ, ഉദ്യോഗസ്ഥരുടെ ഉന്നതരുടെയൊക്കെ ബിനാമികളായി നിന്നുകൊണ്ട് പല ആളുകളും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ തോതിൽ പാടശേഖരങ്ങളും കുന്നുകളും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവ ഇടിച്ചു നിരത്തി റിസോർട്ട് നിർമ്മാണത്തിനും അതേപോലെ തന്നെ കെട്ടിട നിർമ്മാണങ്ങൾക്കും ഒക്കെയാക്കി തരംതിരിച്ച് വിൽക്കുമ്പോൾ ലഭിക്കുന്നത് വലിയ ഒരു സംഖ്യയാണ്. ഒരു 5% വരെ ഭൂമിയുടെ വിലയിൽ മാറ്റമുണ്ടാകുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 1 ഏക്കർ സ്ഥലം 15 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ ആ പാടം മണ്ണിട്ട് നികത്തി അല്ലെങ്കിൽ ആ കുന്ന് ഇടിച്ചു നികത്തി മറ്റ് നിർമ്മാണ മേഖലകൾക്ക് പാകപ്പെടുത്തി കൊടുക്കുമ്പോൾ 1 കോടി രൂപ വരെയായിട്ട് അത് ഉയരുകയാണ്. ഇതിന്റെ ഒരു കൃത്യമായ ശതമാനം ഉന്നതരായ ചില റവന്യൂ ഉദ്യോഗസ്ഥരിലേക്ക് തന്നെ എത്തുന്നുണ്ട്. റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തില്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ അടക്കം, വ്യവസായ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ അടക്കം, ഈ മലപ്പുറം ജില്ലയിലടക്കം നിരവധി മന്ത്രിമാരുടെ മണ്ഡലത്തില് രാവും പകലും ഈ ഒരു പ്രവണത തുടരുകയാണ്. നിരവധി ഹിറ്റാച്ചികള് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ പരിസ്ഥിതി ദുർബല മേഖലകൾ ഇടിച്ചു നിരത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് തന്നെയാണ്.
ഇവർക്ക് ഇടപെട്ടാൽ, ഇപ്പൊ നമുക്ക് ഓപ്പറേഷൻ തുഫാനൊക്കെ പറഞ്ഞില്ല, ഇവർക്ക് ഇടപെട്ടാൽ പിടികൂടാൻ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. ശനി ഞായർ ദിവസങ്ങളിലും മറ്റ് അവധി ദിവസങ്ങളിലും ഒക്കെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അവരുടെ മൊബൈൽ ഫോണ്, ഔദ്യോഗിക ഫോണ് സ്വിച്ച് ഓഫ് ആക്കിക്കൊണ്ട് അവസരം കൊടുക്കുകയാണ്. മലപ്പുറം ജില്ലയുടെ ഒരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, മലപ്പുറം ജില്ലയിലെ കഴിഞ്ഞ 9 വർഷത്തിനിടയിലെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ടോ ഒരു 200 ഹെക്ടറിന് മുകളിൽ പാടങ്ങൾ നികത്തപ്പെട്ടിരിക്കുകയാണ്. നിലമ്പൂരിൽ ഇരിക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡ് അടക്കം പാടം നികത്തി, മണ്ണിട്ട് നികത്തി നിർമ്മിച്ചതാണ്. വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. 2018-ലും 19-ലുമായിട്ട് ഏതാണ്ട് 70ഓളം ആളുകൾ ഉരുൾപൊട്ടലിൽ മരിച്ച സ്ഥലമാണ് കവളപ്പാറയും അതേപോലെ തന്നെ ചെട്ടിയൻപാറയിലുമായിട്ട് 70-ലേറെ മനുഷ്യന്മാരും മരിച്ച ഒരു നാടാണ് മലപ്പുറം. ആ മേഖലകളിലടക്കം ഇപ്പോഴും ഈ മഴക്കാലത്ത് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നു എന്നുള്ളത് താങ്കൾ ഉദ്ദേശിച്ച് പറഞ്ഞതുപോലെ തന്നെ ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പിൻബലം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പ്രവൃത്തി നടക്കുന്നത്. ജനങ്ങൾ പലവട്ടം വിളിച്ച് ശല്യം ചെയ്യുമ്പോൾ പേരിന് വേണ്ടി 1-2 വണ്ടികൾ പിടിക്കും. അത് പിന്നീട് പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് വീണ്ടും നീക്കം ചെയ്യും. എനിക്ക് തോന്നുന്നത് ഈ മേഖലയിലെ ഹിറ്റാച്ചികളും ടിപ്പർ ലോറികളിലും അടക്കം വലിയ വാഹനങ്ങൾ തന്നെ ഈ മാഫിയയുടെ സ്പോൺസർമാരായ ചില ആളുകൾ, ചില ഡ്രൈവർമാരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ഒരു പ്രത്യാഘാതമാണ് നടക്കുന്നത്. കേരളം എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. നമ്മളെ 2 പ്രളയങ്ങൾ, 2 വർഷം കേരളത്തെ ആകെ കുലുക്കി മറിച്ചതാണ്. നമ്മുടെ ജനങ്ങളുടെ ഒരു ദുരിതം നമ്മൾ നേരിട്ട് കണ്ടതാണ്. പക്ഷേ ആ കേരളത്തിലാണ് ഇന്ന് ഒരു തടസ്സവുമില്ലാതെ മഞ്ഞ മാഫിയകളും വിലസുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കുന്നിടിച്ച് നിരത്തി കക്കാടംപൊയിൽ പോകുന്ന ഭാഗത്ത് 3000 അടിയോളം ഉയരത്തിൽ കുന്നിടിച്ച് നിരത്തിയപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഫോട്ടോ എടുത്തോളി, നിങ്ങൾ എന്ത് വാർത്ത കൊടുത്തോളി, ഇപ്പൊ ഭരണം ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളത് വേണ്ടവർ ചെയ്യും, വാർത്തകളൊക്കെ ആ വഴിക്ക് പോകുമെന്നാണ് പറഞ്ഞത്. ഇത്ര ധൈര്യത്തോടെ മൺമാഫിയകൾക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പിൻബലം തന്നെയാണ്. ഈ രാഷ്ട്രീയ ഉദ്യോഗസ്ഥർക്ക് ഇതിലൂടെ കിട്ടുന്ന സംഖ്യ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവര് മൗനാനുവാദം നൽകുന്നത് എന്നുള്ളത് വസ്തുതയാണ്. സർക്കാരുകൾ മാറുമ്പോൾ ജനങ്ങൾ വലിയ തോതിൽ പ്രതീക്ഷിച്ചിരുന്നു ഇവിടുത്തെ പരിസ്ഥിതി മേഖലകള്, ഇവിടുത്തെ വനമേഖലകള്, ഇവിടുത്തെ മലയോര മേഖലകളൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു നയമായിരിക്കും UDF സർക്കാരിന് ഈ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടരുന്ന ഈ മണ്ണു മാഫിയകൾക്ക് കുടപിടിക്കുന്ന സമീപനം തന്നെയാണ് മാറി വന്ന ഈ സർക്കാരിനുള്ളത്. മന്ത്രിമാരും സർക്കാരും മാറിയിരിക്കാം, പക്ഷേ ഉദ്യോഗസ്ഥരും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയക്കാരും ഈ മണ്ണു മാഫിയയുടെ പിന്നിൽ നിന്നുള്ള സഹായം ഇപ്പോഴും തുടരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാവിലെ റവന്യൂ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു പല ഭാഗങ്ങളിലും ഇത്തരം പ്രവർത്തികൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിന്റെ ഓഫീസുകളിൽ ആവശ്യത്തിന് ജോലിക്കാരില്ല, അനവധി പേപ്പറുകൾ കുട്ടികൾ സ്കൂളുകളൊക്കെ തുറന്ന സാഹചര്യത്തിൽ നിരവധി പ്രവർത്തികൾ നടത്താറുണ്ട്. എന്നാൽ പകുതി ഉദ്യോഗസ്ഥർ പോലും പല വില്ലേജ് ഓഫീസുകളിലും ഇല്ല. ഇതിനിടയ്ക്ക് മണ്ണ് മാഫിയയും കുന്നിടിക്കുന്നവരെയും ഒന്നും പിടിക്കാൻ പോകാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി കിട്ടുന്നുണ്ടെങ്കിൽ പോലും നിലമ്പൂരിന്റെ ഒക്കെ ഒരു പശ്ചാത്തലം, മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കോഴിക്കോട് ജില്ലയുടെ ഒക്കെ ഒരു പശ്ചാത്തലം എടുത്ത് നോക്കുമ്പോൾ ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുക തന്നെയാണ്. ഉദ്യോഗസ്ഥർക്ക് ഈ കുറഞ്ഞ കാലയളവിലെ പല ഉദ്യോഗസ്ഥരുടെയും ആസ്തികൾ നമ്മളൊന്ന്, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ ബിനാമികളുടെ ഈ പണമിടപാടുകൾ സംബന്ധിച്ച് ഒരു ED അന്വേഷണം നടത്തിയാൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ മണ്ണ് മാഫിയയുടെ പിന്നെ നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും മറ്റൊരു സംശയം ചോദിക്കട്ടെ, ഇതുപോലെ ജീവന് പോലും ഭീഷണിയാവുന്ന, ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയാവുന്ന തരത്തിൽ ഈ ഒരു നീക്കം നടക്കുമ്പോഴും ആ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണം എത്രത്തോളമാണ്? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് നൽകാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതാത് വില്ലേജുകളിലെ, പഞ്ചായത്തുകളിലെ കലക്ടർക്ക്, റവന്യൂ മന്ത്രിമാർക്കൊക്കെ പരാതി നൽകുകയാണ്. ഇത്തരം പ്രവർത്തികളുടെ ഫോട്ടോയും വീഡിയോയും അടക്കം അവർ പരാതി നൽകുന്നുണ്ട്. ജനങ്ങൾ ഭയങ്കര ജാഗ്രതയിലാണ്. കാര്യങ്ങൾ അവർക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ദുരന്ത അനുഭവങ്ങൾ. തങ്ങളോടൊപ്പം ജീവിച്ച ആളുകൾ ഒരു നിമിഷം മണ്ണിനടിയിലേക്ക് പൂഴ്ന്നു പോകുന്ന കാഴ്ച കണ്ടവരാണ് ഈ നാട്ടിലുള്ളവര്. പ്രളയത്തിലൂടെ വീടുകൾ നിന്നിടം തോടുകളായി മാറുന്നത് കണ്ടവരാണ്. അതിനാൽ തന്നെയാണ് ഈ മലയോര മേഖലകളിൽ 2000-3000 അടി ഉയരത്തിൽ കിടക്കുന്ന മലയോര മേഖലകളില്, പരിസ്ഥിതി ദുർബല മേഖലകളില്, ജിയോളജി വകുപ്പ് അടക്കം നിർമ്മാണ പ്രവർത്തികൾക്ക് വിലകെട്ട മേഖലകളില് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഭൂമാഫിയകളും സ്ഥലം വാങ്ങിക്കൂട്ടി കുന്നിടിച്ചു നിരത്തി റിസോർട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ കിടക്കുന്ന പ്രദേശമാണ് കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ കക്കാടംപൊയിൽ. അവിടെ ഒരു 200 ഏക്കർ വരുന്ന വാളന്തോട് നായാടംപൊയിലിലെ 108 റിസോർട്ടുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനുള്ളിൽ അവരെ കൃത്രിമമായി തോടുകൾ തടഞ്ഞു നിർത്തി സ്വിമ്മിംഗ് പൂളുകൾ ഉണ്ടാക്കുന്നു.
മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ ചെല്ലുമ്പോൾ അവർക്ക് 50,000 1,00,000 ഒക്കെ ഇതിൽ മോഹിപ്പിക്കുന്ന ഒരു സംഖ്യ ഫണ്ടിലേക്ക് കൊടുത്ത് നിർവാചകം അവർ ഈ പ്രവൃത്തി തുടരുകയാണ്. ഇന്ന് മലയോര മേഖലകളിൽ ഉറപ്പായിട്ടും മലയോര മേഖലകളിൽ 2-3 ദിവസം നിന്ന് ഒരു മഴ പെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ദുരന്തം വലുതായിരിക്കും. അവിടെ ഇടിഞ്ഞു വീഴുന്ന മണ്ണുകൾ ഏത് നിമിഷവും നിരവധി ആളുകളുടെ ജീവൻ ഏത് സമയത്തും പൊലിഞ്ഞു പോകാവുന്ന അവസ്ഥയിലാണ്. മലയോരങ്ങളിലൊക്കെ മനുഷ്യൻ താമസിക്കുന്നതിന്റെ മുകളിലാണ് മണ്ണിടിക്കുന്നത്. ഇപ്പൊ കക്കാടംപൊയിൽ ഭാഗത്ത് തന്നെ ഒരു അനധികൃത പാർക്ക് പ്രവർത്തിക്കുന്നത് 2,700 അടി ഉയരത്തിലാണ്. അവർ ഈ മഴക്കാലത്ത് നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയാണ്. അതിന്റെ കീഴിലായി ഒരു 50ഓളം മലയോര കർഷകരുടെ വീടുകളുണ്ട്. അവരും ഒരു 3 കൊല്ലമായി അധികാരികളുടെ മുമ്പിലേക്ക് പറയുകയാണ്, ഒരു മഴ വന്നാൽ, മഴ നിന്നാൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവും. 2009 അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായതൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഈ ഒരു അനക്കവുമില്ല. ഇപ്പോൾ ജനങ്ങൾക്കറിയില്ല ഇത് എവിടെയാണ് പരാതി കൊടുക്കേണ്ടതെന്ന്. പരാതി കൊടുക്കാൻ ചെന്നാൽ പരാതി മേടിച്ചു വെക്കുകയും നടപടി ഉണ്ടാകും എന്ന് പറയുകയും പിന്നാമ്പുറത്തു കൂടി നിങ്ങൾ ശനിയും ഞായർ ദിവസങ്ങളിലും നികത്തിക്കൂടി, അന്ന് ഞാൻ ഈ ഫോണുകൾ ഓഫാകും എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെയാണ്. ഇക്കാര്യത്തിൽ മന്ത്രി എ.പി. അനിൽകുമാർ അടിയന്തരമായി ഇടപെടൽ നടത്തണം. അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഇന്നലെയൊക്കെ ഉണ്ടായ വലിയ തോതിലുള്ള മണ്ണിനെ കടത്തുന്ന സംഘങ്ങളുടെ ഒരു സജീവ സാന്നിധ്യം എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ കേരളത്തിന്റെ ഒരു പാരിസ്ഥിതിക ദുർബല മേഖലകളുടെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ മറ്റൊരു ദുരന്തത്തിലേക്ക് നയിക്കാതിരിക്കുന്നതിന് നമ്മുടെ വടക്കേന്ത്യയിലൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള 2018-ലും 2019-ലും ഒക്കെ ഉണ്ടായ രീതിയിൽ കേരളത്തിൽ അടുത്തൊരു പ്രളയം ഉണ്ടാകാതിരിക്കുന്നതിനും ആ പ്രളയത്തിലൂടെ ഇവിടുത്തെ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും നടപടിയെടുക്കണം. നമുക്ക് വ്യക്തമായി പറയാനുള്ളത് മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് മാത്രമാണ്. പരിസ്ഥിതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പറയുകയും കരുത എം.എൽ.എമാർക്കൊപ്പം നിലയുറപ്പിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അദ്ദേഹത്തിനോട് നമുക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത് റവന്യൂ വകുപ്പ് മന്ത്രി അനിൽകുമാർ അടക്കമുള്ളവരോട് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടണം. ഇനിയൊരു ദുരന്തം മലപ്പുറം ജില്ലയിലെ മലയോര മേഖലകളിൽ അടക്കമുണ്ടായാൽ അത് ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്ക് മാത്രമല്ല ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന മന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള വീഴ്ചകളുടെ ഫലമായിരിക്കും. ആ ദുരന്തത്തിന് അവരും മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മറ്റൊരു സംശയം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീശിയടിക്കുന്ന തൂഫാൻ, അതുപോലെ തണ്ടർ പോലുള്ള പ്രവർത്തികൾ കേരളത്തിലെ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ ശക്തമായി തന്നെ ലഹരി വിമുക്തമാക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയ ആ ഒരു പ്രൊജക്റ്റിലെ പങ്കാളിത്തമൊക്കെ, ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പങ്കാളിത്തവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പങ്കാളിത്തമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. എന്തുകൊണ്ട് അതുപോലെ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ അതുപോലെ ഒരു പ്രവൃത്തി ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സാധിക്കുന്നില്ല, മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ല? ഇത്തരം നാടിനെ നശിപ്പിക്കുന്ന പ്രവൃത്തികളെ തടയിടാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല എന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ. എന്തായിരിക്കും അതിനൊരു കാരണം? ലഹരിയും ഇതുമായിട്ടൊരു വ്യത്യാസമുണ്ട്. ലഹരി സംഘങ്ങൾ ഒരു വലിയ സംഘത്തിന്റെ കൃത്യമായൊരു പണം ഈ രാഷ്ട്രീയക്കാരിലേക്കോ ഉദ്യോഗസ്ഥരിലേക്കോ എത്തുന്നില്ല. ഒരു സംഘം അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർക്കോ അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കോ ഒന്നും ഇതിന്റെ ഒരു വിഹിതം കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ മണ്ണിടിച്ച് ഭൂമി നികത്തുമ്പോൾ കൃത്യമായും ഇവർക്ക് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ചെറിയ സംഖ്യയൊന്നുമല്ല. ഇപ്പോൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവരല്ലേ, ഇപ്പം ഈ കോഴിക്കോട് നിലമ്പൂര് നാടുകാണിപ്പാതയോട് ചേർന്നാണ് ഇപ്പൊ വലിയ മണ്ണിടിച്ചിലുണ്ടായിട്ട് പെട്രോൾ പമ്പിന്റെ അടക്കം നിർമ്മാണം നിർത്തിവെച്ചിരിക്കുന്നത്. അതിലൂടെയാണ് ഈ അനിൽകുമാർ സഞ്ചരിക്കുന്നത്, പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ സഞ്ചരിക്കുന്നത്, നമ്മുടെ VSO MLA സഞ്ചരിക്കുന്നത്, നമ്മുടെ ആര്യാസുഖത്ത് MLA സഞ്ചരിക്കുന്നത്, TP അഷറഫ് അലി MLA സഞ്ചരിക്കുന്നത്, P. അബ്ദുൽ വഹാബ് MP സഞ്ചരിക്കുന്നതൊക്കെ ഈ റൂട്ടിലൂടെയാണ്. അപ്പോൾ ഇവര് കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പോ പ്രതിപക്ഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ പാർട്ടിയുടെ നേതാക്കൾ സഞ്ചരിക്കുന്ന ഈ റോഡിലൂടെയാണ്. ഇപ്പൊ ആ ഒരു വിഷയത്തിലൊന്ന് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കാൻ പോലും ഒരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികള് പാടകൾ നികത്തി, കുന്നിടിച്ച് നികത്തി ഭൂമാഫിയകൾ വിലസുമ്പോൾ അവർ നിശബ്ദത പാലിക്കുകയാണ്. കൃത്യമായി ആ നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയൊരു പിന്തുണ അല്ലെ ഒരു ധനസഹായം ഇവരിലേക്ക് കൃത്യമായി എത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഒരു ജാഗ്രത ഈ കാര്യത്തിൽ സർക്കാർ കാണിക്കുന്നത്. പക്ഷെ ഈ കാര്യത്തിൽ ആർജവമുള്ള ഒരു സർക്കാരാണെങ്കിൽ കൃത്യമായി അവർക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവനാണ് പ്രശ്നം. കൃഷി ചെയ്ത് കർഷകനോട് ജീവിക്കാനുള്ള അവന്റെ മണ്ണാണ് ആവശ്യം. അവരുടെ ഈ ഇവിടുത്തെ പുഴകൾ അടിയന്തരമായി ഇവിടുത്തെ പുഴകൾ അതേ രീതിയിൽ നിലനിൽക്കേണ്ടവയാണ്. അതേപോലെ തന്നെ നിലവിലുള്ള തോടുകളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പൊ തോടുകളും ചെറിയ ചെറിയ അരുവികളും ഒക്കെ നികത്തി, കുന്നിടിച്ച് നികത്തി, അവിടെ ഫ്ലാറ്റുകളും അവിടെ സ്വിമ്മിംഗ് പൂളുകളും അവിടെ റിസോർട്ടുകളും ഒക്കെ ആയി മാറ്റുമ്പോൾ ആ പ്രകൃതിയുടെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ മാറുകയും ഏത് സമയത്തും ഒന്ന് ശക്തമായ മഴ പെയ്ത് മണ്ണിലേക്ക് വെള്ളം പിഴിഞ്ഞിറങ്ങിയാൽ ഏതു സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിൽ, അപകടകരമായ ഒരു അവസ്ഥയിൽ. കാര്യം വെച്ചാൽ നമ്മളൊക്കെ കയ്യില് ഒരു ചെറിയ പടക്കം അല്ലെങ്കിൽ ചെറിയൊരു ബോംബ് കൊണ്ടു നടക്കുന്ന അത്ര ഭീതിയിലാണ് ഇപ്പൊ മലയോര മേഖലയിലെ ജനങ്ങള് ഓരോ ദിവസവും
അവ അന്തി ഉറങ്ങുന്നത്. ശക്തമായി മഴ പെയ്താൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും പലരും മടിക്കുകയാണ്. കാരണം നമുക്കറിയാം കോഴിക്കോട് കുറ്റ്യാടിയിലും അതേപോലെ തന്നെ വിലങ്ങാടും കവളപ്പാറയിലും ഒക്കെ അടക്കം പല പല ദുരന്തങ്ങൾ നമ്മുടെ പല ഭാഗങ്ങളിൽ, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേട്ടതാണ്, കണ്ടതാണ്, അനുഭവിച്ചറിഞ്ഞതാണ്, അതിന്റെ പ്രയാസം നേരിട്ടവരാണ്. അന്ന് രക്ഷാപ്രവർത്തനത്തിന് ഓടി നടന്നവരാണ് ഈ AP അനിൽകുമാർ അടക്കമുള്ള ഇന്നത്തെ റവന്യൂ മന്ത്രി അടക്കമുള്ളവര്. അപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ ഉൾപ്പെടെ അദ്ദേഹം തൊട്ടടുത്ത മുസ്ലിം ലീഗിന്റെ സമര നേതാവായ PK ബഷീറിന്റെ മണ്ഡലത്തിൽ അടക്കം ഒരു തടസ്സവും ഇല്ലാതെ ഈ മഴക്കാലത്തും മണ്ണിടിച്ച് നിരത്തുന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇടതുപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആൾക്കാരെ ഇതിനെതിരെ രംഗത്ത് വരാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാഫിയ അതിശക്തമായി പോകുന്നു. അത് നമ്മുടെ പരിസ്ഥിതിയെ ദുർബലമാക്കും, നമ്മുടെ നിലനിൽപ്പിനെ ദുർബലമാക്കും. നമുക്കൊന്ന് സമാധാനപരമായി നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരും. ഒരു പക്ഷേ വീടുകളിൽ കിടന്നുറങ്ങും നമ്മൾ മുണ്ടക്കൈ ചൂരൽമലയിലൊക്കെ കണ്ട പോലത്തുള്ള ദുരന്തങ്ങൾക്ക് ഒരു പ്രഭാതം കാണാൻ ഇടയാവാത്ത വലിയ സാഹചര്യത്തിലേക്ക് പോകും. വലിയ ഒരു തോതിൽ ഒരു പണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷേ അതിനപ്പുറം നമ്മുടെ പാരിസ്ഥിതിക മേഖലയെ, നമ്മുടെ കേരളത്തിന്റെ കിടപ്പിനെ, നമ്മുടെ ഭൂമിയുടെ കിടപ്പിനെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ധനലാഭത്തിന് വേണ്ടി മാത്രം ഒരു വിഭാഗം ഭൂമാഫിയകൾ നടത്തുന്ന ഇത്തരം പരിസ്ഥിതി വിരുദ്ധ അല്ലെങ്കിൽ ദ്രോഹപരമായ നടപടിക്ക് രാഷ്ട്രീയക്കാരും നേതാക്കളും കുടപിടിക്കുന്ന ഉദ്യോഗസ്ഥരും എന്നുള്ളത് ദയനീയമാണ്. നടപടി ഉണ്ടായേ പറ്റൂ. ഈ കാര്യത്തിൽ ഉറക്കം നടിക്കുന്ന പ്രതിപക്ഷവും ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ഭരണപക്ഷവും ഉണർന്നു പ്രവർത്തിച്ച് ഒരു ദുരന്ത മുഖത്തു നിന്നും കേരളത്തെ ഇനിയെങ്കിലും രക്ഷിക്കുന്നതിനുള്ള നടപടിയിലേക്ക് കഴിയണം. കുറ്റക്കാരായാലും ഏത് വമ്പനായാലും ഈ മണ്ണ് ഇടിച്ചു നിരത്തി അവർ നൽകുന്ന നക്കാപ്പിച്ച വാങ്ങി ഇത്തരം പരിസ്ഥിതി പ്രദേശങ്ങളിലെ ദുർബല പ്രദേശങ്ങൾക്കുള്ള അതിക്രമങ്ങൾ തടയാൻ ആർജവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം, ഈ മന്ത്രിസഭയുടെ ഭാഗത്തുനിന്നുണ്ടാവണം, ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടാവണം, റവന്യൂ തലങ്ങളിൽ ഉണ്ടാകണം. നമുക്കറിയാം മണ്ണ് ഇടിച്ചു നിരത്തുന്ന സ്ഥലത്ത് ആ മണ്ണ് തിരിച്ചു നിക്ഷേപിക്കാൻ ഇപ്പൊ നിയമമില്ല. താലൂക്ക് ഓഫീസിൽ ചെന്ന് പറഞ്ഞാൽ അവർ പറയും അത് RTOന്റെ അടുത്താണ്. RTOന്റെ അടുത്ത് പെരിന്തൽമണ്ണ മലപ്പുറം പോലെ എന്റെ ജില്ലാ കേന്ദ്രങ്ങളിൽ സബ് കളക്ടറുടെ അടുത്ത് പോയിട്ട് ഈ വിഷയം പറഞ്ഞാല് അവര് അത് വില്ലേജ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്, നോക്കട്ടെ പരിശോധിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ഈ 9 വർഷത്തിനിടയിൽ 200 ഹെക്ടറിലേറെ സ്ഥലം കുന്നിടിച്ചും മണ്ണുകൊണ്ട് പാടങ്ങളും ഉൾപ്പെടെ നികത്തിയപ്പോഴും 1 ഏക്കർ സ്ഥലത്ത് പോലും ആ മണ്ണ് തിരിച്ചു നിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളത് ഇതിന്റെ വലിയൊരു ദുരന്തമാണ്, ദുരന്ത ഫലമാണ്. അതുകൊണ്ട് തന്നെ നടപടികൾ ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ ഈ മഴക്കാലത്തെ അതിജീവിക്കുക മലയോര മേഖലയ്ക്ക് ഏറെ നിർണായകമാവും. ശ്രീ തോമസ് കുട്ടി ചെല്ലിയാർ, മറ്റൊരു കാര്യം കൂടെ, അതായത് നമുക്കറിയാം മലയോര പ്രദേശങ്ങൾ, കേരളത്തിൽ ഇങ്ങോളമുള്ള മലയോര പ്രദേശങ്ങൾ ശരിക്കും പല ഫോറസ്റ്റുകളുമായിട്ട് അതിർത്തി പങ്കിടുന്ന പല മേഖലകളുമുണ്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ അതിനപ്പുറം നാടുകളിലേക്ക് പോലും വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു. ആനയും അതുപോലെ കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും പുതിയതായിട്ട് വന്നൊരു വാർത്ത നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പ്രവീൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആന ആക്രമിച്ചതായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. 2 വീടുകളും ആ വീടുകളുടെ അടുക്കളയടക്കം ആന തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ, മൊത്തത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ വരുന്ന താളം തെറ്റുന്ന ആ ഒരു സാഹചര്യം അത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനും ഒരു കാരണമാകുന്നില്ലേ എന്ന് സംശയിക്കേണ്ടത്. അതായത് അനധികൃതമായിട്ടുള്ള ഇതുപോലെയുള്ള കയ്യേറ്റങ്ങൾ അല്ലെങ്കിൽ കുന്നിടിക്കൽ പോലുള്ള പ്രശ്നങ്ങൾ വനങ്ങളിൽ, ഫോറസ്റ്റുകളിൽ ജീവികൾക്ക് താമസിക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ അവിടെ രൂപപ്പെടാത്ത സാഹചര്യം വരികയും ഭക്ഷണം തേടി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ലേ? നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് തന്നെ കുന്നും മലകളും താഴ്വാരങ്ങളും ഒക്കെ നിറഞ്ഞതാണ് കേരളം. ഈ കൊച്ചു കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്താൽ ദൈവം വളരെ മനോഹരമായിട്ട് എല്ലാം കൂട്ടി ചേർത്ത് നമ്മൾ സ്വർഗത്തിന്റെ നാട് എന്ന് പറയുന്ന കേരളത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കുന്നുകളും മലയോരങ്ങളും താഴ്വാരങ്ങളും ഒക്കെ അതേ നിലയിൽ സംരക്ഷിക്കപ്പെടാതെ നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ പരിസ്ഥിതിയെയും ഒരു പരിധി വരെ പിടിച്ചു നിർത്തുന്ന ഈ കുന്നുകളും മലകളും എല്ലാം ഇടിച്ചു നിരത്തി പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തുകയും നമ്മുടെ ആവാസ വ്യവസ്ഥകൾക്കടക്കം മാറ്റം വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഏതാണ്ട് ഒരേപോലത്തെ കാലാവസ്ഥയാണ്. ഇപ്പൊ മഞ്ഞുള്ള സ്ഥലങ്ങൾ കുറഞ്ഞു, തണുപ്പുള്ള സ്ഥലങ്ങൾ കുറഞ്ഞു, ചൂട് ഒക്കെ എല്ലാ മലയോര മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങൾ വരെയും ഇന്ന് വേറെ കാലാവസ്ഥയിലേക്ക് പോവുകയാണ്. വനത്തിനുള്ളിലും ഇതിന്റെ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. ഈ ഉരുൾപൊട്ടലും മറ്റു കാര്യങ്ങളും സ്വാഭാവികമായും വലിയ കുന്നായി കിടക്കുന്ന അവിടെയും ചെറിയ തോതിലൊക്കെ ഉണ്ടാകാം. അപ്പൊ ഈ ആനകൾ ഇറങ്ങാനുള്ള ഒരു കാര്യം ഈ പരിസ്ഥിതി മേഖലകളിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ
ഈ വനത്തിനുള്ളിൽ സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ട തേക്ക് പ്ലാന്റേഷനുകളാണ് കുറച്ച് കാലങ്ങളായിട്ട് വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജീവികളുടെ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് ഓരോ കൊല്ലവും പദ്ധതി പ്രഖ്യാപിക്കുന്നതല്ലാതെ നടപ്പാക്കാതെ വരികയും വെള്ളവും അതേപോലെ തന്നെ തേക്കൊക്കെ ചൂടായി കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. അത് ഒരു നമ്മുടെ റബ്ബറിലൊക്കെ നിൽക്കുന്ന അതേ ഒരു അനുഭവമാണ് തേക്ക് തോട്ടത്തിൽ. അപ്പൊ തീറ്റയില്ല. അപ്പം മൃഗങ്ങൾ ഭൂമിയിലേക്ക് എത്തി കൃഷി ചെയ്ത് ജീവിക്കാൻ അവന്റെ മണ്ണില് കിടന്നുറങ്ങാൻ കഴിയാത്തൊരവസ്ഥ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ മണ്ണിൽ പണിയെടുക്കുന്ന മലയോര കർഷകരെ ജീവിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ഒരു വിഭാഗം മണ്ണുമാഫിയകളും അതിന്റെ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമൊക്കെ വലിയ സമ്പന്നതയിലേക്ക് പോകുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ ദുരിതത്തിലേക്ക് വീഴുകയാണ്. ഇന്നത്തെ പത്രത്തിലടക്കം ചാനലുകളടക്കം നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, സർക്കാർ വിലയിരുത്തുകയാണ്. സർക്കാർ തന്നെ പറയുന്നു പ്രകൃതിക്ഷോഭം കൊണ്ടുണ്ടാകുന്ന സ്ഥലത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ വന്യമൃഗശല്യം മൂലം ഉണ്ടാകുന്ന നഷ്ടപരിഹാരം വളരെ തുച്ഛമാണ്. 1 ഏക്കർ ഭൂമി ഒരു ദിവസം രാവിലെ തെങ്ങും കവുങ്ങും റബ്ബറും ഒക്കെ കായ്ച്ച് കൈബലമായി നിൽക്കുന്ന കൃഷി സമ്പന്നമായ ഒരു സ്ഥലം ഒരു ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടായി ഭൂമി മാറുമ്പോഴോ അവിടെ കൊടുക്കുന്നത് 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ രൂപയാണ്. 1 കോടി രൂപയുടെ അല്ല 50 ലക്ഷം രൂപയുടെ സ്ഥലമാണ് പോകുന്നത്. അപ്പം നമ്മുടെ സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നില്ല എന്നതിനപ്പുറം ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഭൂമിക്ക് ഒരു നഷ്ടപരിഹാരം ഉറപ്പുവരുത്താൻ പോലും സർക്കാരുകൾക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് സർക്കാർ എന്തെങ്കിലും മനസ്സിലാക്കാതെ ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ഈ നാടിന്റെ പരിസ്ഥിതിയെയും ഈ നാടിന്റെ നിയമവ്യവസ്ഥയെയും ഈ നാട്ടിൽ മനുഷ്യന് സമാധാനപരമായി ജീവിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനും അവന്റെ തൊഴിലിടങ്ങളും അവന്റെ മേഖലകളും സംരക്ഷിക്കുന്നതിനുമാണ് സമ്മതിദാന അവകാശം ജനാധിപത്യത്തിൽ നമ്മൾ വിനിയോഗിച്ച് ഇവരെയൊക്കെ അധികാരത്തിലേക്ക് എത്തുന്നത്. ഇവരെ വിശ്വസിച്ചാണ് അപ്പൊ അടുത്ത 5 വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നത്. ഇത്തരം മാഫിയകൾക്ക് കുടപിടിച്ചുകൊണ്ട് ചില പിന്നാമ്പുറത്തെ സഹായത്തിനായി അവർ ചെയ്യേണ്ട കടമ ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി? ഇവരൊക്കെ എവിടെയെങ്കിലും സുരക്ഷിത മേഖലകളിൽ സുഖമായിരിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട് കിടക്കുന്ന പാവപ്പെട്ട മലയോര കർഷകർ ഉൾപ്പെടെയുള്ള ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങളോട് എന്ത് മറുപടിയാണ് ഇവർക്ക് പറയാനുള്ളത്? അടിയന്തരമായി ഈ വിഷയങ്ങളിൽ ഇടപെടണം. ഈ മാഫിയകളെ കണ്ടെത്തണം. ഈ അടുത്ത കാലത്ത് നടത്തിയ ഭൂമികളുടെ രജിസ്ട്രേഷൻ അതാത് രജിസ്റ്റർ ഓഫീസുകളിൽ കൃത്യമായി കണ്ടെത്തണം. അപ്പോൾ തന്നെ മനസ്സിലാക്കും നിരവധി ആളുകൾ ബിനാമി പേരുകളിൽ ഒരു ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാത്ത പല ആളുകളുടെയും പേരിൽ ബിനാമി പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോഴാകും ഈ രാഷ്ട്രീയക്കാരന്റെയും ഈ ഉദ്യോഗസ്ഥന്റെയും ഒക്കെ തരിതരം പുറത്തു വരിക. എന്തിനാണ് ഈ ഇത്തരം ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് പൊതുജനങ്ങളിലേക്ക് എത്തുക എന്ന് നമ്മൾ പറയുന്നത്. പല കേസുകളിലും പല പണമിടപാടുകളിലും വീതി വരുന്നത് പോലെ ഈ രാഷ്ട്രീയക്കാരുടെ ഇടപാടുകളിലും അതേപോലെ തന്നെ ഈ ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒക്കെ പണമിടപാടുകളും സാമ്പത്തികവും ഒക്കെ അന്വേഷിക്കപ്പെടേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ താപ്പാനകൾ തിന്ന് കൊഴുത്ത് വളർന്ന് വലിയ ഒരു ഭീകരമായ രൂപം പൂളുമ്പോൾ ഇവിടെ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവർ കിടന്നുറങ്ങുമ്പോൾ നാളെ പ്രഭാതം കാണാൻ കഴിയുമോ എന്നുള്ള ആശങ്ക ബാക്കി നിൽക്കുന്ന അപകടകരമായ ഒരു അവസ്ഥയിലാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് വലിയൊരു ചോദ്യം തന്നെയാണ് ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത്. നിങ്ങളെ അധികാരത്തിലേറ്റിയ ജനങ്ങളുടെ